നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെയാണ് KPCC നേതൃ ക്യാമ്പിൽ കെ സുധാകരനെതിരെ VD സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. KPCC ഓഫീസിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമാണെന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നതോടൊപ്പം എ ഗ്രൂപ്പും രംഗത്തെത്തിയിട്ടുണ്ട്. അനഘ റീജ ഭരതൻ തുടരുന്നുണ്ട്. അനഘ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതിന് 2 ദിവസമായി നടന്ന KPCC ക്യാമ്പിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ VD സതീശൻ കെ സുധാകരനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. രാഷ്ട്രീയ സമിതി യോഗത്തിൽ വെച്ചായിരുന്നു ഈ വിമർശനം. ഏതായാലും ഏറെ കാലത്തിന് ശേഷമായിരുന്നു രാഷ്ട്രീയ സമിതി യോഗമടക്കം KPCC ചേർന്നത്. ഈ യോഗത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു വിമർശനം VD സതീശൻ നടത്തിയത്. KPCC ആസ്ഥാനത്തെ കൂടോത്ര വിവാദത്തെക്കുറിച്ചടക്കം ഇത്തരത്തിൽ VD സതീശൻ പരാമർശിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ കെ സുധാകരൻ ഇതിനൊന്നും മറുപടി നൽകിയില്ല എന്നുമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി പല ആക്ഷേപങ്ങളും VD സതീശന് ഈ കെ സുധാകരനുമായിട്ട് ഉണ്ട്. മാത്രമല്ല കെ സുധാകരന്റെ പല പ്രസ്താവനകളോടും കടുത്ത നീരസവും VD സതീശൻ നേരത്തെ തന്നെ പുലർത്തിയിരുന്നു. രാഷ്ട്രീയകാര്യ സമിതിയിലായിരുന്നു ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉയർത്തിയത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയങ്ങളടക്കം ഈ KPCC നേതൃയോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നിവയെക്കുറിച്ചടക്കം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പുനഃസംഘടനയിൽ എ ഗ്രൂപ്പിനെ പൂർണ്ണമായി അവഗണിച്ചു. മണ്ഡലം പ്രസിഡന്റുമാർ പാർട്ടിയുമായി ബന്ധമില്ലാത്തവർ എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇത്തരത്തിൽ എ ഗ്രൂപ്പ് ഉയർത്തിയത്. ഏതായാലും എ ഗ്രൂപ്പിന്റെ KC ജോസഫാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ആരോപണം കെ സുധാകരനെതിരെ ഉയർത്തിയിട്ടുള്ളത്. ഏതായാലും എ ഗ്രൂപ്പും അതോടൊപ്പം തന്നെ VD സതീശനും ശക്തമായ ആരോപണം തന്നെയാണ് ഈ കെ സുധാകരന് എതിരെ ഉയർത്തിയത്. അതോടൊപ്പം തന്നെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഇത്തരത്തിൽ കെ സുധാകരനെ അനുകൂലിക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചത് എന്നുമുള്ള വിവരങ്ങളും നമുക്കിപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശരി, അനഘ റീജ ഭരതനാണ് വിശദാംശങ്ങൾ നൽകിയത്.